ഇന്നലത്തോടെ ഒരു കാര്യം മനസ്സിലായി. ആദില ആയിക്കോട്ടെ ആരായിക്കോട്ടെ മാക്സിമം ഉണ്ടെങ്കിൽ ആരാണോ ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് അറിയുന്ന അവരെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടാർഗറ്റ് ചെയ്ത് അവിടുന്ന് വെളിയിലാക്കാനുള്ള ഒരു രീതിയിലായിരിക്കും നോക്കൂ എന്നുള്ളൊരു കാര്യം ഇന്നലത്തോടെ മനസ്സിലായി. കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ മുമ്പ് വരെ ആദിലയും അതോടെ തന്നെ അനുമോളും തമ്മിലൊന്നും വലിയ പ്രശ്നമില്ലായിരുന്നു, നല്ലോണം തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇന്നലെ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ടെങ്കിൽ, എല്ലാവരും എന്ന് പറയുന്നതിൽ അനീഷ് ഒരിക്കൽ ബാക്കി എല്ലാവരും ഉണ്ടെങ്കിൽ അനുമോൾക്കെതിരെ വളഞ്ഞിട്ട് ആക്രമിക്കലായിരുന്നു. എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അവളെ തളർത്തണോ അല്ലെങ്കിൽ ഇവിടുന്ന് എങ്ങനെ ഇറക്കി വിടണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു. രാവിലെ ഉണ്ടെങ്കിൽ അനീഷ് ഉണ്ടെങ്കിൽ ഇതാണൊക്കെ പറയുന്നുണ്ടായിരുന്നു, നമുക്കുണ്ടെങ്കിൽ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ എല്ലാവരും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാമെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അനീഷ് പോകുന്നതിൻ്റെ പിറവെ ഇതേ കണക്ക് അനുമോൾ എണ്ണിച്ച് പോവുകയാണ്. അതിൻ്റെ അടുത്തൊന്നും തനിക്കൊന്നും സംസ്കാരിക്കില്ലെന്നുള്ള രീതി കൊണ്ടാണ്. കാരണം സംസാരിച്ചിട്ടും കാര്യമില്ല, അവർ ഭയങ്കര ഒരു ഡിഫൻസ് മോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എങ്ങനെയെങ്കിലും അനുമോളെ ദ്രോഹിക്കണമെന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത് തന്നെ, അതല്ലാതെ വേറെ ഒന്നുമില്ല. അവിടെ നിൽക്കുന്ന ബാക്കിയുള്ള എല്ലാവരും അതേ കണക്ക് തന്നെ കിട്ടുന്ന അവസരത്തിൽ അനുമോളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാനാണ് നിൽക്കുന്നത്. അങ്ങനത്തെ ഉള്ളൊരു രീതിയായപ്പോൾ അനുമോൾക്ക് ഭയങ്കര ഒരു വിഷമമാണ് ഇപ്പോൾ. പക്ഷേ ഇവർക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ചെയ്യുമ്പോഴാണ് അധികം ഉണ്ടെങ്കിൽ അനുമോൾക്ക് ഫാൻസോ അല്ലെങ്കിൽ സപ്പോർട്ടോ വെളിയിൽ നിന്ന് അധികം കിട്ടുന്നത്. കാരണം ഒരാളെ ഒറ്റപ്പെടുത്തി നിർത്തുന്നത് കാണുമ്പോൾ ആൾക്കാർക്ക് അധികം ഇഷ്ടപ്പെടത്തില്ല. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്തുണ്ടെങ്കിൽ അവർക്കായിരിക്കും അധികം സപ്പോർട്ട് കിട്ടുന്നത്. അത് മനസ്സിലാക്കാതാണ് ഇവർ ഇതേ കണക്ക് ചെയ്തുകൊണ്ടും ഇരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.